നമസ്കാരം. അസാധ്യ വാർത്തയുടെ നൈറ്റ് വിഷയ്ക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പുതുയുഗ കേരളം ലക്ഷ്യമിട്ട് ബജറ്റ് 1. ഭരണപക്ഷം നാടിനെ പിറകോട്ട് നയിക്കുന്ന പ്രതിപക്ഷം. സ്വകാര്യവൽക്കരണത്തിന് പച്ചക്കൊടി. തുറമുഖങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് വികസന ജനക്ഷേമ പദ്ധതികളിൽ നിന്നും UDF സർക്കാർ പിൻവാങ്ങുന്നു. പ്രതിപക്ഷ നേതാവ്. വായനാ പക്ഷാചരണവും തുടക്കവും ചലച്ചിത്ര പ്രദർശനവും. സംസ്ഥാന ബജറ്റിൽ അഴീക്കൽ തുറമുഖ വികസനത്തിനും കണ്ണൂർ വിമാനത്താവള വികസനത്തിനും മുൻഗണന. VD സതീശന്റെ പ്രഥമ ബജറ്റിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണം. UDF സർക്കാരിന്റെ പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി VD സതീശന്റെ 2026-27 വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ് യുവാക്കളുടെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ തേടിയുള്ള കുടിയേറ്റവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നോളജ് വാലി പദ്ധതിക്ക് ബജറ്റിൽ 100 കോടി അനുവദിച്ചു. IIT മാതൃകയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളെ ബന്ധിപ്പിച്ച് റിസർച്ച് പാർക്കിന്റെ 60 കോടിയും നീക്കിവെച്ചു. ബജറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ ജോബ് ടവറും ഇടം പിടിച്ചിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ബിരുദധാരികൾക്കും വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സ് നടപ്പിലാക്കും. വയനാട് ട്രൈബൽ സർവകലാശാലയും തദ്ദേശ വിജ്ഞാന മേഖലയും ആരംഭിക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് 400 കോടിയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചു. വിഴിഞ്ഞത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് അഴീക്കൽ ബേപ്പൂർ തുറമുഖ വികസനവും ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തെ തുറമുഖ നഗരമാക്കി റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവ സംബന്ധിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയാണ് കേരളം ലക്ഷ്യമിടുന്നത്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളും ആവിഷ്കരിക്കും. 10,000-ഓളം MSc സംരംഭങ്ങൾ സംസ്ഥാനമൊട്ടാകെ ആരംഭിക്കുന്നതിന് ആവശ്യമായ സഹായവും നൽകുന്ന കേരള MSME ഗ്രോത്ത് സ്കീമിന് രൂപം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരിധീയത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കും സഹായം നേരിട്ടെത്തിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി വൺ കേരള മുതൽ മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യാഴശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കണോമി വികസിപ്പിക്കും. സംസ്ഥാനത്ത് അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. കിഫ്ബി അഴിച്ചുപണിയുമെന്ന സൂചന നൽകിക്കൊണ്ട് അതിന്റെ നടത്തിപ്പ് പഠിക്കാൻ കമ്മിറ്റിയെ വെക്കുമെന്നും ബജറ്റ് പറയുന്നു. ഹരിപ്പാട്ട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. അതോടൊപ്പം തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജും തുടങ്ങും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് സദേൺ കേരള എക്കണോമിക് കോറിഡോറും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നോക്ക ജില്ലകളായ കാസർഗോഡിനും വയനാടിനും ഇടുക്കിയുമായി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFന്റെ വാഗ്ദാന ഇന്ദിരാഗാന്ധിയിലെ പ്രിയദർശിനി സൗജന്യ യാത്രക്കായി KSRTC 600 കോടി അനുവദിച്ചു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ബജറ്റ് പറയുന്നു. ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കും. ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി കേരളത്തെ മാറ്റും. ലോക നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം മലബാറിൽ നിർമ്മിക്കും. ബ്രാൻഡ് കേരളം ആരംഭിക്കും. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദ്ധതി നൽകും. തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിക്കുന്നതിനുമായി MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് ഒരു കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശൂരിൽ പുതിയ മ്യൂസിക് അക്കാദമി. കേരള ഡിസാസ്റ്റർ റെസിഡൻസ് സെന്റർ സ്ഥാപിക്കും. പ്രവാസി ഇന്റർനാഷണൽ ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. പെരുമ്പാവൂരിൽ കേന്ദ്രീകരിച്ച് ഫർണിച്ചർ ഹബ് സ്ഥാപിക്കും. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയെ വർദ്ധിപ്പിക്കും. വയനാട്, കാസർഗോഡ് ജില്ലകളിൽ, ഇടുക്കി ജില്ലകൾക്കായുള്ള പാക്കേജുകൾ ഊർജിതമാക്കാൻ നടപടി കൈക്കൊള്ളും. എല്ലാ തീരദേശങ്ങൾക്കും പട്ടയം ലഭിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കുവാൻ നടപടി സ്വീകരിക്കും. ആർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കക്കയംപള്ളി, മണ്ണാറശാല, കൃഷ്ണപുരം, കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓശിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. വികസന ജനക്ഷേമ പദ്ധതികളിൽ നിന്നും UDF സർക്കാർ പിൻവാങ്ങും. പ്രതിപക്ഷ നേതാവ് കേരളം വലിയ സാമ്പത്തിക അപകടാവസ്ഥയിലാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് പ്രസംഗത്തിൽ നടത്തിയ ആമുഖ പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ
ബജറ്റിലെ ആകെ തുകയുടെ വിഹിതം പരിശോധിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടാവസ്ഥയിലല്ലെന്ന് വ്യക്തമാക്കും. 2000 കോടിയുടെ അധിക വിഹിതം നീക്കിവെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക പ്രതിസന്ധി വാദത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നതിനെന്നും ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നും സർക്കാർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാർച്ചിൽ 6000-ലധികം കോടി രൂപയുടെ തുക നീക്കി ബാക്കി നിർത്തിയാണ് LDF സർക്കാർ ഭരണത്തിൽ നിന്നും ഇറങ്ങിയത്. ഈ തുക ഉപയോഗിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസ പദ്ധതികളും നാടിന്റെ വികസനത്തിനുള്ള അടിത്തറയും ഒരുക്കാൻ ഈ സർക്കാരിന് കഴിയുമെന്നും, എന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമില്ലാതിരുന്നിട്ടും ജനക്ഷേമ കാര്യങ്ങളിലും നാടിന്റെ വികസനത്തിലും സർക്കാർ ബോധപൂർവം പിൻവാങ്ങുകയാണ്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന പല ജനക്ഷേമ പദ്ധതികളുടെയും വിഹിതം ഈ ബജറ്റിൽ വെട്ടിക്കുറച്ചിരുന്നു. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ബ്ലൂ പ്രിന്റും ഈ ബജറ്റിൽ കാണാനില്ല. LDF സർക്കാർ സ്വീകരിച്ചിരുന്ന ക്ഷേമ ആശ്വാസ നടപടികളും വികസന പ്രവർത്തനങ്ങളും ചേർന്ന ദ്വിമുഖ സമീപനം സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിച്ചു. സ്വകാര്യവൽക്കരണത്തിന് പച്ചക്കൊടി, തുറമുഖങ്ങളും സ്വകാര്യ മേഖലയ്ക്ക്. സ്വകാര്യവൽക്കരണത്തിലൂന്നിയ ബജറ്റ്, അതാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിക്കുന്നത്. പല മേഖലകളിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാനത്തെ വിഭവങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് തിരയുന്ന കാഴ്ചയാകും ഇനി കാണാൻ പോകുന്നത്. അതുതന്നെയാണ് ഇനി സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെ വികസനം എന്ന പേരിൽ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നതും. കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളിലടക്കം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുമെന്ന് ഇന്നത്തെ ബജറ്റിലൂടെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ചരക്ക് ഗതാഗതത്തിനും വ്യവസായ വികസനത്തിനുമായി 13 നോൺ മേജർ തുറമുഖങ്ങളിലെ ഭൂമിയും കെട്ടിടങ്ങളും അടക്കമാണ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനായി ഒരുങ്ങുന്നത്. മാരിടൈം പോളിസി രൂപീകരിക്കും എന്ന് ബജറ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. 50 കോടി രൂപ ആണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. ഇവയ്ക്കായി സർക്കാർ ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് വിട്ട് നൽകുന്നതിലൂടെ പൊതുമേഖലാ ആസ്തികൾ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനാണ് UDF സർക്കാരിൻ്റെ നീക്കം. സ്വകാര്യ നിക്ഷേപകർക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന ബജറ്റാണ് VD സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ DA, DR എന്നിവ മുടക്കം കൂടാതെ നൽകും. മെഡിസെപ്പ് പരിഷ്കരിക്കും. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. വായനാ മാസാചരണം തുടക്കവും ചലച്ചിത്ര പ്രദർശനവും. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ചിറക്കൽക്കുളം മദ്രസ മഅദനിയ LP സ്കൂളും ചേർന്നുള്ള വായനാ മാസാചരണത്തിന് തുടക്കമായി. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് പ്രധാനാധ്യാപിക KV സജിത ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി PK ബൈജു, PN പണിക്കർ അനുസ്മരണം നടത്തി. K ജുനൈദ അധ്യക്ഷയായി, K ജിഷ സ്വാഗതവും P സമീറ നന്ദിയും പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ചാർലി ചാപ്ലിൻ്റെ ഈസി സ്ട്രീറ്റ് സിനിമ പ്രദർശിപ്പിച്ചു. സ്കൂളിൽ വായനാ ട്രീ, പുസ്തക പ്രദർശനം എന്നിവയും ഒരുക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ കഥ, കവിത വായന, അനുസ്മരണം, അനുമോദനം, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം തുടങ്ങിയവ നടക്കും. തിലാനൂരിൽ ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ TK മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. തിലാനൂർ UP സ്കൂൾ ഹെഡ് മാസ്റ്റർ C രാജിത് കുളവയൽ അധ്യക്ഷത വഹിച്ചു. ശ്രീമതി KV അനില, ശ്രീമതി വർഷ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് ശ്രീ M ബാലൻ സ്വാഗതവും സെക്രട്ടറി ശ്രീ രാജേഷ് അമ്പായത്തിൽ നന്ദിയും പറഞ്ഞു. കാടാച്ചിറ ഗ്രാമോദയ വായനശാല ഗ്രന്ഥാലയത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി രൂപ രാജേന്ദ്രൻ നിർവഹിച്ചു. KK പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് CVK ഗിരിജൻ, PN പണിക്കർ അനുസ്മരണവും UK ബിജു, IV ദാസ് അനുസ്മരണവും നടത്തി. ഫാത്തിമ ടീച്ചർ, യദു മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി റയ്യാൻ, മെഹസിൽ എന്നിവരും വായനാ ദിന പ്രസംഗം നടത്തി. ഓമന P സ്വാഗതവും അശ്വന്ത് NK നന്ദിയും. കോഴിയോട് ആത്മാനന്ദ സംബോധിനി വായനശാല ഗ്രന്ഥാലയത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഗ്രന്ഥശാല തല ഉദ്ഘാടനവും PN പണിക്കർ അനുസ്മരണവും നടന്നു. ലൈബ്രറി കൗൺസിൽ ചെമ്പിലോട് പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ KK പ്രകാശൻ ഉദ്ഘാടനവും PN പണിക്കർ അനുസ്മരണവും നടത്തി. വായനശാല പ്രസിഡന്റ് N സജീവൻ അധ്യക്ഷത വഹിച്ചു. PK രവീന്ദ്രൻ, TP ശിവാനന്ദൻ ആശംസാ പ്രസംഗം നടത്തി. അക്ഷരഗാനം, അക്ഷരജ്വാല എന്നീ പരിപാടികളും നടന്നു. വായനശാല സെക്രട്ടറി KV സഹദേവൻ സ്വാഗതവും ലൈബ്രറിയൻ K ഗീത നന്ദി പറഞ്ഞു. ഹോളി ഗ്രേഡ് കോളേജുകളിൽ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും നടത്തി.
മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പിലെ 5 കോളേജിലും കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയുടെ സഹകരണത്തോടെ ദേശീയ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും നടത്തി. ഫിനാൻസ് ഡയറക്ടർ CV ജോസ്, മാനേജ്മെന്റ് പ്രതിനിധികളായ ജോസ് കണ്ണമ്പള്ളി, ജോളി വടക്കൻ എന്നിവർ വിവിധ കോളേജുകളിൽ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽമാരായ ഡോക്ടർ J. പ്രശാന്ത്, ശശികുമാർ, ഡോക്ടർ K. രാധ, ഡോക്ടർ ജിയോ ബേബി എന്നിവർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ AT ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണവും PN പണിക്കർ അനുസ്മരണവും നടത്തി. എല്ലാവരും വായനാ പ്രതിജ്ഞ എടുത്തു. ലൈബ്രറിമാരായ ലീമ മാത്യു, ദ്രവ്യ ജോർജ്, മീനു KP, ഡിസ്ന മാത്യു, കീർത്തന TV എന്നിവർ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ AS ചന്ദ്രകാന്ത, പ്രൊഫസർ ഡോക്ടർ രശ്മി നായർ, അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ കലാസാഹിത്യ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, ചീഫ് അഡ്മിൻ ഓഫീസർ രമ്യ ബെന്നി, ഡോക്ടർ റെസ്ല മോൾ K എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന ബജറ്റിൽ അഴീക്കൽ തുറമുഖ വികസനത്തിനും കണ്ണൂർ വിമാനത്താവള വികസനത്തിനും മുൻഗണന. സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞം, കോവളം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ്, കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമ വിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. വൻകിട ചെറുകിട തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായി ജലഗതാഗത സംവിധാനം വികസിപ്പിക്കും. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായ ചരക്ക് ഗതാഗതം, തുടർന്ന് യാത്രാ സേവനങ്ങൾ, ജലാശയങ്ങളെ ബന്ധിപ്പിച്ച് ഏകീകൃത നെറ്റ്വർക്ക് എന്നിവ സ്ഥാപിക്കും. വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. കൊട്ടിയൂർ ക്ഷേത്ര തിരുപ്പതി മോഡലിൽ വികസിപ്പിക്കും. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിന് 5 കോടി വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മലബാർ ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി ഇതര ദേവസ്വം ബോർഡുകളെ പോലെ ചട്ടങ്ങൾ നിർമ്മിക്കും. തളിപ്പറമ്പിൽ പുതിയ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി തളിപ്പറമ്പ്, മണർക്കാട്, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ വിവിധ ജയിലുകളുടെ നിർമ്മാണവും വികസനവും മുൻഗണനാപൂർവ്വം നടപ്പിലാക്കും. വാരാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും. കട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂൾ വായനാ വാരാചരണവും വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനവും കവിയും സംഗീതജ്ഞയുമായ ഡോക്ടർ OS പ്രശാന്ത് കൃഷ്ണൻ നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ CP ലീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണം V. ബിന്ദു നിർവഹിച്ചു. മുൻ പ്രിൻസിപ്പൽ AC മനോജ് വായനാദിന സന്ദേശം നൽകി. വിദ്യാർത്ഥിനി ആദർശ അജേഷ് വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദർ PTA പ്രസിഡന്റ് CV ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി CK പ്രീത, KM സന്ധ്യ, ദിലീപ് കുയിലൂർ എന്നിവർ സംസാരിച്ചു. സഹവാസ് വായനാദിനാചരണം. സഹനവകുപ്പ് റിട്ടയറീസ് ഫോറം വായനാദിനം നടത്തി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M. രത്നകുമാർ അധ്യക്ഷത വഹിച്ചു. മികച്ച വായനക്കാരിയായി തിരഞ്ഞെടുത്ത തൻവീറ സിവിയന് ദിനേശ് കേന്ദ്ര സംഘം ചെയർമാൻ MK ദിനേശ് ബാബു പുരസ്കാരം നൽകി. VA രാജൻ, ചെറുകഥാകൃത്ത് വത്സൻ അഞ്ചാംപിഴിക, KV കൃഷ്ണകുമാർ, TV കോമളവല്ലി, ദിവാകരൻ പള്ളിയത്ത് എന്നിവർ സംസാരിച്ചു. ശ്രീ നാരായണൻ P. ധർമാനന്ദൻ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സെക്രട്ടറി രാമകൃഷ്ണൻ കൂട്ടാളി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി C. ഗിരീശൻ നന്ദിയും പറഞ്ഞു. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ്റെ ഭാഗമായി T. പത്മനാഭനും ജിൻഷ ഗംഗയും, സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ്റെ ഭാഗമായി സാഹിത്യ ലോകത്തെ T. പത്മനാഭനും ജിൻഷ ഗംഗയും സെൻസസ് ഉദ്യോഗസ്ഥർ മുന്നേ വിവരം നൽകി. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് സെൽഫ് എന്യൂമറേഷന് ആവശ്യമായ സഹായം നൽകിയത്. സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ബിജുല K, അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ് എന്നിവർ സഹായത്തിനെത്തി.
യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ വായന മാസാചരണം ജില്ലാതല പരിപാടിയിൽ വെച്ചാണ് സെൽഫ് എന്യൂമറേഷൻ്റെ ഭാഗമായത്. സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയ ഇരുവർക്കും മൊബൈൽ ഫോണിൽ 11 അംഗങ്ങളുള്ള SCID നമ്പർ ലഭിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ നവീകരിച്ച കോസ്മെറ്റോളജി യൂണിറ്റും സെക്കൻഡറി പാലിയേറ്റീവ് വാർഡും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രിയിലാണ് നവീകരിച്ച കോസ്മെറ്റോളജി യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നടന്നത്. സെക്കൻഡറി പാലിയേറ്റീവിൻ്റെ വാർഡിൻ്റെയും ഉദ്ഘാടനവും ഇതേ കൂട്ടത്തിൽ നടന്നു. രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രവീന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി DC എന്നിവർ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങൾ കൂടിയ കോസ്മെറ്റോളജി യൂണിറ്റും രോഗികളുടെ സമഗ്ര പരിചരണത്തിനായി സജ്ജമാക്കിയ സെക്കൻഡറി പാലിയേറ്റീവ് വാർഡും പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധം കുറഞ്ഞ ചെലവിൽ കോസ്മെറ്റോളജി ചികിത്സാ സേവനങ്ങൾ ലഭിക്കുന്നതാണ് നവീകരിച്ച യൂണിറ്റിൻ്റെ പ്രത്യേകത. ആശുപത്രിയുടെ സേവന നിലവാരം ഉയർത്തുന്നതിനും കൂടുതൽ രോഗി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും പുതിയ പദ്ധതികൾ സഹായകരമാകും. പുതിയ സൗകര്യങ്ങൾ കൂടുതൽ ആളുകൾക്ക് മുൻഗണനയോടെ ചികിത്സയും പരിചരണവും ലഭ്യമാക്കാൻ വഴിയൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജീവനക്കാർക്കായി സെൽഫ് എന്യൂമറേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലെ ജീവനക്കാർക്കായി സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച് ജീവനക്കാരിൽ അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ക്യാമ്പയിൻ്റെ ഭാഗമായി 95% ജീവനക്കാർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്ത ജീവനക്കാർക്കായി വരും ദിവസങ്ങളിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.